ലോട്ടറി അടിച്ചു അടിക്കുന്നതാ. കാരണം അല്ലെങ്കിൽ ആ പുള്ളി അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യം എന്താ ഇല്ലേ? ഒരൊറ്റ സർപ്രൈസ് അടിച്ചാ യൂട്യൂബ് ചാനലൊന്നും ഇല്ല, അതൊക്കെ പരിപാടി നിർത്തിയൊക്കെ അല്ല. അതിന്റെ ആവശ്യം ഫസ്റ്റ് പ്രൈസ് അതടിച്ചാല് ഒരു വീഡിയോഗ്രാഫറിനെ വെക്കും, ആ വീഡിയോ എഡിറ്ററിനെ ഒരുമിക്കാൻ ഓട്ടോക്കാരനോട് വെക്കണം. ഇലക്ട്രിക്കൽ ആകുമ്പോ ലാഭിക്കാം. പച്ചയില് മഞ്ഞ വരുന്നതാണ് കിടക്കുന്നത്. മഞ്ഞ കളറിൽ പേരൂടെ എഴുതാതെ അതെല്ലാം എഴുതുന്നതാണ്. അപ്പൊ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ ഞങ്ങളുടെ ക്യാമറമാനും എഡിറ്ററൂടെ വരുന്നതായിരിക്കും. ഓക്കെ, അതപ്പോ നിങ്ങൾക്ക് ഡെയിലി ബ്ലോഗ് ചെയ്യാൻ എല്ലാവരും ഇങ്ങനെ സെലക്ട് ചെയ്യും എഡിറ്ററിൽ ആയി എന്നൊക്കെ. ലോട്ടറി അടിച്ചു ഇവിടെ ഇരുന്നപ്പോ ഞങ്ങള് ചേട്ടൻ ഒരു നാല് ലോട്ടറി ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് എന്റെ ഭയങ്കര ഞങ്ങളോർത്ത് എന്താ പറയണത് മനസ്സിലായില്ല. എന്നിട്ട് പോയപ്പോ ഞാൻ 30 ലക്ഷം ഒക്കെ തരുന്ന അതിന്റെ ഒരു വീഡിയോ അതിന്റെ ഇടയ്ക്ക് ഇത് കയറ്റാം. എന്നിട്ട് ഇത് അടിക്കുമെന്ന് വെച്ചിട്ട് അടിച്ചു പൊക്കോളാനൊക്കെ. ഇതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പോവാ. ഇതൊന്നും മാറിയിട്ട് 100 ഇത് 30 ലക്ഷം അടിക്കുന്ന പുള്ളി പറഞ്ഞേ. സമയം ഇപ്പൊ നല്ല സമയം, നല്ല സന്തോഷമായ സമയം എന്റെയാ. ഇതെന്റെ എല്ലാം കൂടി എടുക്കണേ. 4 തരാൻ നോക്കാം. 4 തരണ്ട, എനിക്ക് ഒരു 9 കിട്ടി. ഇതാ 2 ഷെയർ കുടിക്കാം പറ്റുമെങ്കിൽ. 3:30 ആവുമ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ നോക്കിക്കോ, അപ്പോൾ തന്നെ കഴിക്കാം. എത്ര കിട്ടും? ഒരു 30 ലക്ഷമാണ് ഞാൻ നോക്കണം. ഇതാ 30 ലക്ഷം. 30 ലക്ഷമോ? ആ, 1 സമ്മാനം 1 കോടിയാ. അത് പിന്നെ അടിച്ചാൽ മതി. അത് പറ്റില്ല, അത് വേണം. അത് ചിലപ്പോൾ അടിച്ചാൽ നമ്മുടെ രണ്ടുപേരും യോഗം. ഇത് അടിക്കുമെന്നുള്ള ഉറപ്പ്. ഈ 30 ലക്ഷം 30 ലക്ഷം അടിക്കുമെന്ന് ഉറപ്പ്. ഞാൻ 65 ലക്ഷം, 80 ലക്ഷം, 5 ലക്ഷം, 2 ലക്ഷം മുരിക്കും തൊട്ടി. മറ്റേ എണ്ണാട് സിറ്റി കൊടുത്താണോ വന്നേ? അല്ല, 30 ഇവിടെയാണോ? 30 ഇന്നിവിടെ. ഇപ്പൊ ഇന്ന് അടിച്ചാ അല്ല പറഞ്ഞ നേരത്തെ അടിച്ചാ. 2 കൊല്ലമായി. ഞാർത്ത് ഇതിന്റെ എല്ലാം കൊടുത്തു വന്ന് ഇവിടെ വരെ വന്നാണോ? നിനക്കാണ് ഇന്ന് ലാസ്റ്റ് ടിക്കറ്റ് കിട്ടിയത് 30 ലക്ഷത്തിന്റെ. വച്ചോ ബാക്കിയുള്ള ഞാൻ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് യാതൊരു ബന്ധവും ഇല്ല, പരിചയവും ഇല്ലല്ലോ. അതില്ല. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞപ്പോ കറക്റ്റാണെന്ന് വിചാരിക്കണം. നോക്കട്ടെ. നിങ്ങൾക്ക് 30 ലക്ഷം രൂപ തന്ന ആൾ ഇതേ പോടും കമ്മി. ഇപ്പൊ പുള്ളിയുടെ കൊടുത്തേ 30 ലക്ഷക്കാരനെ. ഓ, ആ ആളും ഇപ്പൊ ക്രോസ് ചെയ്ത് പോയ ആളും ലോട്ടറി എടുക്കാൻ പോയിക്കുവാ. എനിക്ക് തോന്നി ഇത് അടിക്കുന്ന കേട്ടാ. കാരണം അല്ലെങ്കിൽ ആ പുള്ളി അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യം എന്താ അല്ലേ? ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നേരത്തെ പറഞ്ഞെടുത്തിട്ട് എനിക്കറിയാം. ഇച്ചിരി വയറിലായോണ്ട് പറയാൻ അവനല്ലേ മറ്റേ അതെവിടെയായിരുന്നു സ്ഥലം? അത് എറണാകുളം അല്ല, ആലുവയ്ക്ക് മുമ്പ് മുട്ട വന്നു തോന്നുന്നു. ആ മെട്രോ സ്റ്റേഷന്റെ താഴെ നിക്കണേ. ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് അതെങ്ങനെയാന്ന് പറയണേ? നാളത്തെ ഫസ്റ്റ് പ്രൈസ് അത് കേട്ടിട്ട് കൊറേ എടുത്തോണ്ട് വന്നതാ. അല്ല, പക്ഷെ അവൻ തന്നെ ഒരു ദിവസത്തിനും അവന്റെ 4 ഞാൻ ഒരേ നമ്പർ അങ്ങ് എടുത്തു. അതിന് എല്ലാത്തിനും 100 രൂപ വെച്ച് കിട്ടി. അത് കിട്ടിട്ടോ. പക്ഷെ ഫസ്റ്റ് പ്രൈസ് കിട്ടില്ല. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കളി ഉണ്ടായിരുന്നു എന്നൊക്കെ. അവനെ തന്നെ വിളിച്ച് കയറ്റിട്ട് ഒരൊറ്റ അടി എന്റെ അമ്മ. ഫസ്റ്റ് പ്രൈസ് അടിച്ചാ യൂട്യൂബ് ചാനലൊന്നും ഇല്ല, അതൊക്കെ പരിപാടി നിർത്തിയൊക്കെ. അല്ല, പിന്നെ അതിന്റെ ആവശ്യം. ഫസ്റ്റ് പ്രൈസ് അതടിച്ചാല് ഒരു വീഡിയോഗ്രാഫറിനെ വെക്കും, ആ വീഡിയോ എഡിറ്ററിനെ കൂടെ ഒരുമിച്ച് ചെയ്യാൻ വെക്കും. ഓട്ടോഗ്രാഫറോ ഒരു ഓട്ടോക്കാരനോട് വെക്കടാ. ഇലക്ട്രിക് കൂടെ ആയിക്കോട്ടെ. നമുക്ക് ഏതോട്ടം പിടിക്കാടാ. നമുക്ക് ഇലക്ട്രിക് ആകുമ്പോ ലാഭിക്കാം. കറുപ്പിന് പച്ച വരുന്ന പച്ചയില് മഞ്ഞ വരുന്നതാണ് കിടക്കുമ്പോ. മഞ്ഞ കളറിൽ പേരൂടെ എഴുതാല്ലേ? സൗണ്ട് ബോട്ട് എല്ലാരും എഴുതുന്നതാ. എല്ലാരും അങ്ങനെ എഴുതണേ. നമുക്ക് അന്വേഷിച്ചാൽ ഇവരെ തന്നെ സൗണ്ട് ബോണ്ട് എഴുതിയിട്ടില്ല. ഉണ്ടേ. അപ്പൊ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ ഞങ്ങളുടെ ക്യാമറമാനും എഡിറ്ററൂടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതപ്പോ നിങ്ങൾക്ക് ഡെയിലി ബ്ലോഗ് ചെയ്യാൻ എല്ലാരും ഇങ്ങനെ സെലക്ട് ചെയ്യുമായിരിക്കും എഡിറ്ററിൽ.
കുറെ പേരെ വിളിച്ചു വരുത്തി ഞാൻ പോയിട്ടൊന്ന് ഒരു 2-3 ആഴ്ചയായി ബാർബർ ഷോപ്പിൽ പോയിട്ട് ഒന്ന് മൊത്തം അലമ്പായി. നന്നാവണം. ഇവിടെ ഇതുണ്ടോ ഇഷ്ടം നിൽക്കുന്നേ ഫാമിലി ഫ്രണ്ട്ലി ആയി പോയി. ഞാൻ പോയിട്ട് സലൂണിൽ കയറിയിരുന്ന് കിടിലമായിട്ട് വരണം. ഞാൻ മുടി കളർ ചെയ്യാൻ ബൈക്കിട്ട് ഏതടിക്കണ്ടേ? അല്ല, എനിക്ക് കളർ അടിക്കാൻ പറ്റില്ല. കളർ അടിച്ചാൽ ചിലടത്ത് ശരിയാവില്ല. ആവശ്യം കളറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ മാതിരി അടിച്ചിട്ട് മഞ്ഞളുള്ള പച്ചടിക്കണം. അടി ഇവിടെ അടിച്ചു നോക്കാം. ഇതടിച്ച് മടുത്തു കഴിഞ്ഞാൽ കൈവേന എടുക്കണം. എനിക്കും ഉണ്ടാകുന്നത് നീ അമാനുഷികനല്ലേ? അതെ ഞാൻ സൂപ്പർ അപ്പം നമ്മള് മുടി വെട്ടിട്ട് വരാം ഗൈസ്. നിങ്ങളെ അല്ലാണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാം. അതാ ഞാൻ ശരിക്കും വ്ളോഗ് എടുക്കാണ്ടിരുന്നത്. പിന്നെ ആ ലോട്ടറിക്കാരനാണ് എന്നെ വ്ളോഗ് എടുക്കാൻ പ്രേരിപ്പിച്ചത്. പിന്നെ എന്തെങ്കിലും ആയിട്ട് എന്ന് ചോദിച്ചു. മുടി മൊത്തം വളർന്നു 2 ആഴ്ച കൊണ്ട്. താടിയും വളർന്നു. ഇപ്പൊ എന്നെ കാണാൻ കുറച്ച് പ്രായമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും പ്രായമൊന്നും യങ്സ്റ്റർ ആണോ ഞാൻ? നിന്നെക്കാട്ടി യങ്സ്റ്റർ അല്ലേ? ആണോ? ഇവനെ എന്നെ കാട്ടി മൂത്തേ. ഭാരത് ബെൻസ് എന്താ പറയാ, ചില എന്തെല്ലാം എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നേ.